PM ശ്രീ വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാദം വീണ്ടും പൊളിയുന്നു. PM ശ്രീയിൽ കേരളം കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ലോക്സഭാ രേഖ. PM ശ്രീ പദ്ധതിക്ക് പണം ലഭിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ പേരില്ല. കേന്ദ്ര സർക്കാർ രേഖാമൂലം മറുപടി നൽകിയത് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ചോദ്യത്തിന്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നു ദില്ലിയിൽ നിന്ന്. വിഷ്ണു, കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അടക്കം പറഞ്ഞതാണ് കേരളം ഒപ്പിട്ടതാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്നത്തെ LDF സർക്കാർ. നിരന്തരം നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടിയ ചുട്ട മറുപടിയാണിപ്പോൾ ലോക്സഭയിൽ നിന്നുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള മറുപടി. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടില്ല. എന്തൊക്കെയാണ് ഡീൻ കുര്യാക്കോസിന് നൽകിയ മറുപടിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത്? സിജു, മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള വാദം വീണ്ടും പൊളിയുന്നത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 2-ന് ഡീൻ കുര്യാക്കോസ് MP 4 ചോദ്യങ്ങളാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ചോദിച്ചത്. അതിൽ ആദ്യത്തെ ചോദ്യം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കേരളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന് PM ശ്രീ പദ്ധതി വഴി പണം ലഭിച്ചിട്ടുണ്ടോ, SSA ഫണ്ട് കേരളത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെ 4 ചോദ്യമാണ് എന്തായാലും ഡീൻ കുര്യാക്കോസ് MP കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ചോദിച്ചത്. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയിരിക്കുന്ന മറുപടി പ്രകാരം കേരളത്തിന് ഈ PM ശ്രീയിൽ 1 രൂപ പോലും കേരളത്തിന് ലഭിച്ചിട്ടില്ല. അതായത് PM ശ്രീ പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതി വഴി പണം നൽകിയിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും എന്തായാലും ഡീൻ കുര്യാക്കോസ് MPയുടെ ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ രേഖാമൂലം തന്നെ നൽകിയിട്ടുണ്ട്. അതിൽ കേരളം ഈ ലിസ്റ്റിലെ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളം ഇതുവരെ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ രേഖാമൂലമുള്ള മറുപടി തന്നെയാണ് എന്തായാലും ഡീൻ കുര്യാക്കോസ് MPയുടെ ചോദ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിന് 92.41 കോടി രൂപ ലഭിച്ചത് സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ലഭിച്ചത്, അതിൽ PM ശ്രീയും ഉൾപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. അതിനും കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട്. അതായത് അന്ന് അനുവദിച്ച 2025-26 SSAയിൽ കേരളത്തിന് ആകെ അനുവദിച്ചത് 452.04 കോടി രൂപയാണ്. ഇതിൻ്റെ ഒന്നാം ഗഡുവായിട്ടുള്ള 92.41 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുവദിച്ചത്. അതിൻ്റെ അപ്പുറത്തേക്ക് PM ശ്രീയുമായി ഈ ഫണ്ടിന് യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ രേഖയിൽ ലോക്സഭയിൽ നൽകിയിരിക്കുന്ന രേഖയിൽ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. 2023-24 SSAയുടെ ഭാഗമായി 343.34 കോടിയും 2024-25 428.89 കോടിയുമായിരുന്നു SSAയിൽ കേരളത്തിൻ്റെ വിഹിതമെന്നും കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയിലുണ്ട്. ഏതായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി തന്നെ രേഖാമൂലം നൽകിയിരിക്കുന്ന മറുപടിയിൽ മറുപടിയിൽ കൃത്യമായി തന്നെ PM ശ്രീക്ക് പണം അനുവദിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല. അതായത് കേരളം PM ശ്രീ നടപ്പാക്കി എന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സിജു, വിഷ്ണു, ഈ ചോദ്യം ഇത് തന്നെയായിരുന്നോ? PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളത്തെ മാത്രം എടുത്ത് ചോദിച്ചല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് എത്ര സംസ്ഥാനങ്ങൾക്ക് പണം ലഭിച്ചിട്ടുണ്ടെന്നാണല്ലോ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയത്. കേരളത്തിന് കിട്ടേണ്ട, മാൻഡേറ്ററിയായി ലഭിക്കേണ്ട SSK ഫണ്ട് അത് തടഞ്ഞു വെച്ച സാഹചര്യത്തിലാണ് കോടതിയിലേക്ക് പോകും എന്ന സാഹചര്യം വന്നപ്പോഴാണ് ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ ചോദ്യം അത് തന്നെയായിരുന്നോ? എത്ര സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചു? സിജു, എന്തായാലും 4 ചോദ്യമാണ് ചോദിച്ചിരുന്നത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളം ഇത്തരത്തിൽ MOU പിൻവലിക്കാനുള്ള, വിഡ്രോ ചെയ്യാനുള്ള അത്തരത്തിൽ ഇതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ടോ എന്ന് അതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, ഒരു സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ ഏകപക്ഷീയമായി ഈ സൈൻ ചെയ്ത ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതാണ് രണ്ടാമത്തെ ഒരു ചോദ്യമായി ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ചോദ്യമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിരിക്കുന്നു. PM ശ്രീ പദ്ധതിയും അതോടൊപ്പം തന്നെ SSA പദ്ധതി വഴിയും മറ്റ് സംസ്ഥാനങ്ങൾക്കും
കേരളത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞ 3 വർഷം എത്രമാത്രം തുക അനുവദിച്ചിട്ടുണ്ട് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. അതോടൊപ്പം തന്നെ നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് SSA ഫണ്ടുമായി ഒരു കാലതാമസം വരുന്നത് PM ശ്രീ അത് സൈൻ ചെയ്യാത്തത് കൊണ്ടാണ് എന്നത് നാലാമത്തെ ചോദ്യം. അപ്പോൾ ഇതിന് നൽകിയിരിക്കുന്ന മറുപടിയിലാണ് കേരളത്തിന് PM ശ്രീ പദ്ധതിയിൽ 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ കത്തയച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി എന്തായാലും ഇത്തരത്തിൽ മറുപടിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് 23 ഒക്ടോബർ 25-നാണ് കേരളം ഇത്തരത്തിൽ MOU സൈൻ ചെയ്തത് എന്നതാണ് ഇതിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയിൽ പറയുന്നത്. അതിനുശേഷം കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് ഇതിൻ്റെ പോർട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്കൂളുകളുടെ ലിസ്റ്റ് നൽകണമെന്ന ആവശ്യമൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പിന്നീട് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഈ ഒരു PM ശ്രീയിൽ നിന്ന് ധാരണാപത്രത്തിൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ വീണ്ടും ഈ സ്കൂളുകളുടെ പട്ടിക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കൊടുത്തെങ്കിലും സംസ്ഥാന സർക്കാർ അത്തരത്തിൽ സ്കൂളുകളുടെ ഏതൊക്കെ സ്കൂളുകളാണ് എന്ന പട്ടിക പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അത്തരത്തിൽ PM ശ്രീ മരവിപ്പിച്ച ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്, അതായത് ഈ PM ശ്രീ വഴി പണം നൽകിയ സംസ്ഥാനങ്ങളുടെ കണക്ക് ലിസ്റ്റ് കേന്ദ്ര സർക്കാർ ഡീൻ കുര്യാക്കോസ് MPയുടെ ചോദ്യത്തിന് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് കേരളത്തിന് PM ശ്രീ പദ്ധതി വഴി പണമൊന്നും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സിജു, വിഷ്ണു, ഇതിൽ അറിയേണ്ട ഒരു കാര്യം, ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഏതൊക്കെ സംസ്ഥാനങ്ങൾ, അത് നേരത്തെ തന്നെ വിവരങ്ങൾ വന്നതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ PM ശ്രീ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. ഈ പട്ടികയിൽ കോൺഗ്രസ് കർണാടകയുണ്ടോ, തെലങ്കാനയുണ്ടോ, ഹിമാചൽ പ്രദേശ് ഉണ്ടോ? സിജു, തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പട്ടികയിലുണ്ട്. കർണാടക 23-24 വർഷത്തിൽ കർണാടകത്തിന് 30.17 കോടി രൂപയാണ് അനുവദിച്ചത്. അതോടൊപ്പം തന്നെ 2024-25 സാമ്പത്തിക വർഷത്തിൽ കർണാടക സർക്കാരിന് 150.86 കോടി രൂപയും 2025-26 വർഷത്തിൽ കർണാടക സർക്കാരിന് അനുവദിച്ചിരിക്കുന്നത് 226 കോടിയുമാണ്. അത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. തെലങ്കാന 2023-24 സാമ്പത്തിക വർഷത്തിൽ 239.21 കോടി രൂപയാണ് ഈ PM ശ്രീ പദ്ധതിയുടെ വിഹിതമെന്ന് പറയുന്നത്. 2024-25 കാലഘട്ടത്തിൽ 338 കോടിയും 2025-26 ഘട്ടത്തിൽ 253 കോടി രൂപയുമാണ് തെലങ്കാന സംസ്ഥാനത്തിലുള്ള വിഹിതം എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശ് 2023-24 കാലഘട്ടത്തിൽ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ല ഹിമാചൽ പ്രദേശ്. അതിനുശേഷമാണ് ഹിമാചൽ പ്രദേശ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. 24-25-ലും 25-26 സാമ്പത്തിക വർഷത്തിലും ഹിമാചൽ പ്രദേശിലും സമാന രീതിയിൽ PM ശ്രീ പദ്ധതി വഴിയുള്ള പണം ലഭിച്ചിട്ടുണ്ട്. അത് 135 കോടി രൂപയും 102 കോടി രൂപയുമാണ്. അത്തരത്തിൽ 24-25 സാമ്പത്തിക വർഷവും 25-26 സാമ്പത്തിക വർഷവും ഇത്തരത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട് എന്നതുകൂടി എന്തായാലും ഈ പട്ടികയിൽ വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. സിജു.